الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അസംഖ്യം അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹിദായത്ത് എന്നുള്ളത്. ഈ ദീൻ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അത് ഉൾക്കൊള്ളുവാനും അതിൽ വിശ്വസിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ എന്നെ പറയുന്നത്. ഹിദായത്തിലൂടെ നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരുന്നു. സ്വർഗത്തിൽ പ്രവേശിച്ച വിശ്വാസികൾ അവിടെ വെച്ച് പറയുന്നൊരു പ്രാർത്ഥനയായി സൂറ അഅറാഫിലെ 43-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഈ ഒരു മാർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു തന്നവനായ, ഞങ്ങളെ വഴി നടത്തിയവനായ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ മാർഗം വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സത്യസരണി പ്രാപിക്കാൻ ഞങ്ങൾക്കാകുമായിരുന്നില്ല എന്ന് സന്തോഷത്തോടു കൂടി അവർ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അനുഗ്രഹത്തിനാണ് നമ്മൾ ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. മാത്രവുമല്ല, നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ അത് സൂക്ഷിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ്. നമ്മുടെ പര്യവസാനം അത് ഏറ്റവും നല്ല രീതിയിലും ശുഭകരവുമായി തീരണമെന്നാണ്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അഹ്സിൻ അഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശുഭകരമായ ഒരു പര്യവസാനവും പരിണിതിയും ഞങ്ങൾക്ക് നീ നൽകണമേ. വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. ദുനിയാവിൽ നിന്നുണ്ടാകുന്ന നിന്ദ്യതയിൽ നിന്ന്, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാക്കേണമേ എന്നാണ്. ദുനിയാവിൽ നിന്നുള്ള നിന്ദ്യതയിൽ ഏറ്റവും വലിയ നിന്ദ്യത എന്താണെന്നോ? നമുക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടും അതിലൂടെ സഞ്ചരിക്കാനുള്ള, അത് ഉൾക്കൊള്ളാനുള്ള വഴി നമുക്ക് ഒരുങ്ങി കിട്ടിയിട്ടും അത് നമ്മുടെ കയ്യിലെത്തിയിട്ടും പിന്നെ അത് അവസാനം കളഞ്ഞു കുളിക്കുന്നതാണ് ഏറ്റവും വലിയ നിന്ദ്യത, ഖിസിയ്. ഈ നിന്ദ്യതയിൽ നിന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ തൊട്ട് പ്രാർത്ഥിച്ചത്, റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ദുനിയാവിലെ നിന്ദ്യത ഉണ്ടാകുകയാണെങ്കിൽ പരലോകത്തും അവൻ നിന്ദനായിരിക്കും. റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ. ഞങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒന്നും ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത ആ ദിനത്തിൽ റബ്ബേ ഞങ്ങളെ നീ ഖിസിയിൽ അകപ്പെടുത്തരുതേ എന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്ത് വേണം? ഇസ്ലാമാകുന്ന, ഹിദായത്താകുന്ന ഈ അനുഗ്രഹത്തെ അവസാനം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് പരിക്ക് പറ്റരുത്. നമ്മുടെ ദീനിന് പരിക്ക് പറ്റുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യമായിരിക്കണം. നമ്മുടെ ദീനിൻ്റെ നിഷ്ഠകളിൽ ഒന്നും തന്നെ ഒഴിവാക്കാനോ അതിനെ അവഗണിക്കാനോ അതിനെ നിസ്സാരമായി കാണാനോ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളുടെ അന്ത്യം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളുടെ ജീവിതം അല്ലാഹുവിനെ സമർപ്പിക്കുന്നവരായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ എന്നാണ് പറയുന്നത്. പ്രവാചകന്മാരും അതാണ് പ്രാർത്ഥിച്ചത്, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മുസ്ലിമായി എന്നെ നീ ജീവിപ്പിക്കണമേ റബ്ബേ എന്നാണ്. തവഫനി, എന്നെ നീ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോകുമ്പോൾ, നീ എന്നെ ഏറ്റെടുക്കുമ്പോൾ, എന്നെ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണമേ. വൽഹിഖ്നി ബിസ്വാലിഹീൻ, സദ്വൃത്തരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ അനുഗ്രഹത്തെ നാം ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്നാണ്. ഇനി ഹിദായത്താകുന്ന അനുഗ്രഹം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഔസത്ത് ബിൻ ആമിറുൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലേക്ക് വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യമായി മദീനയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സദസ്സിലാണ് പങ്കെടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഉപദേശിക്കുകയാണ്, യഖ്തുബുന്നാസ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, സലുല്ലാഹൽ മുആഫാത ഫഇന്നഹു ലം യുഅത അഹദും മിസ്ലൽ യഖീനി ബഅദൽ മുആഫാത്ത്. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക, മുആഫാത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഹിദായത്താകുന്ന അനുഗ്രഹത്തിന് ശേഷം അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്നത് അവൻ്റെ ആരോഗ്യമാകുന്ന അനുഗ്രഹമാണ്. ആഫിയത്ത്, മുആഫാത്ത് എന്നൊക്കെ അറബിയിൽ നമ്മൾ പറയുന്നത് അതാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം, അത് രണ്ടും ഉൾക്കൊള്ളതാണ് ആഫിയ എന്ന പദം, മുആഫാത്ത് എന്ന പദം. അത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊള്ളുക എന്നാണ്. ബഅദൽ യഖീൻ, നിങ്ങൾക്ക് യഖീനിന് ശേഷം എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയിട്ടുള്ള ഈ ദൃഢമായ വിശ്വാസത്തിനും ഈ സന്മാർഗത്തിനും ശേഷം അവൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണെന്നാണ്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അബൂബക്കർ സിദ്ദീഖ് പറയാണ്, റസൂലുള്ള ഞങ്ങളുടെ അരികിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നുണ്ട്, അൽ ഖൈറു കുല്ലഹു ഫിൽ ആഫിയ, എല്ലാ നന്മയും മനുഷ്യന്റെ ആരോഗ്യത്തിലാണുള്ളത്. അതേപോലെ തന്നെ ജനങ്ങളുടെ കൈകളിലുള്ള ഭൗതികമായ വിഭവങ്ങൾ കിട്ടണമെന്ന ആർത്തി ഒഴിവാക്കുന്നതിലുമാണ് മനുഷ്യന് നന്മയുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ശാരീരികമായ ആരോഗ്യം, മറ്റൊന്ന് മനസ്സിന്റെ ആരോഗ്യത്തെ അദ്ദേഹം നിർവചിക്കുന്നത് ഈ ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാപ്രേമം, ഭൗതികതയോടുള്ള, ഇവിടെയുള്ള സുഖലോലുപതയോടുള്ള ഈ അടങ്ങാത്ത ഒടുങ്ങാത്ത അഭിനിവേശത്തെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്താൽ മനസ്സിനൊരു സ്വസ്ഥത കിട്ടും, മനസ്സിന് ആരോഗ്യം കിട്ടുമെന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വൈദാ അഅ്തൈത ദാലിക ജമഅതൽ ഖൈറ കുല്ലഹ, ഇത് നീ വൈദാ ഉഅ്തീത ദാലിക, അത് നിനക്ക് നൽകപ്പെടുകയാണെങ്കിൽ എല്ലാ നന്മയും നീ ഒരുമിച്ച് കൂട്ടപ്പെട്ടവനായി തീരുമെന്നാണ്. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ആഫിയത്തു നിഅമത്തുൻ ഖഫിയ, ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല, അത് മറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇദാ വുജിദത് നുസിയത്, അതുണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വിസ്മരിക്കും. എപ്പോഴാ പിന്നെ ഓർക്കുക? വഇദാ ഫുഖിദത് ദുകിറത്, ആരോഗ്യം നഷ്ടപ്പെട്ടാലായിരിക്കും നിങ്ങൾ ആ അനുഗ്രഹത്തെ ഓർക്കുക. അപ്പോൾ നഷ്ടപ്പെടുമ്പോൾ ഓർക്കപ്പെടുന്ന അനുഗ്രഹം, എന്നാൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിസ്മരിച്ചു കളയുന്ന അനുഗ്രഹമാകുന്ന മനുഷ്യരെ ആരോഗ്യം. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ആത്മീയമായ നമ്മുടെ ജീവിതം, അതിലൂടെ ശരിക്കും മനസ്സിന് ശക്തിയും ഊർജവും ഉശിരും കരുത്തുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആരാധനാകർമ്മങ്ങളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ദിക്റുകളിലൂടെ, നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളിലൂടെ, മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയിലൂടെയൊക്കെ മാനസിക ആരോഗ്യമാണ് ഒരാൾ വളർത്തിയെടുക്കുന്നത് എന്നാണ്. അത് ആധുനിക മനഃശാസ്ത്രത്തിന്റെ നിരീക്ഷണമാണ്. അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ നിസ്സാരമാക്കി കാണരുതെന്ന, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ അവഗണിച്ച് കളയരുത്, നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്, പ്രസന്നവദനായി നിന്റെ ഒരു സഹോദരനെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതുപോലും ഒരു പുണ്യകരമാണ്. നമ്മുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി നമുക്കും മാനസികാരോഗ്യം പകരുന്നു, നമ്മെ അഭിമുഖീകരിക്കുന്നവർക്കും അതിലൂടെ സന്തോഷം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. ഒരു ചിരി, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരന് വേണ്ടി നിന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി പോലും പ്രതിഫലാർഹമായ ധർമ്മമാണ് മനുഷ്യ എന്ന് പറയുമ്പോൾ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്നാണ്. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനവും പദവിയും പ്രതിഫലവും അള്ളാഹു നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം റസൂല് പറഞ്ഞെടുത്ത് പറഞ്ഞു, നിങ്ങളൊരു വാഹനത്തിൽ പോവുകയാണ്, ഒരു സീറ്റ് ഒഴിവാണ്, അതിൽ നിങ്ങൾ വേറൊരാളെ കയറ്റി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കും സന്തോഷം, അയാൾക്കും സന്തോഷം. റസൂല് പറയുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് ഇദ്ഖാലുസ് സുറൂർ ഫി ഖൽബിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട കാര്യമാണെന്നാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, റസൂൽ തന്നെ ഒരാൾ മദീനയിൽ നിന്ന് ഒട്ടകപ്പുറത്ത് യാത്ര പോവുകയാണെങ്കിൽ അയാൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും പോരാനുണ്ടോ സഹയാത്രികനായി
എൻ്റെ കൂടെ വരുന്നവനുണ്ടോ, സീറ്റ് ഒഴിവുണ്ട് എന്ന് പറയുമായിരുന്നു എന്നാണ്. ഒരാൾ തൻ്റെ വണ്ടി ഉന്താൻ പ്രയാസപ്പെടുകയാണെങ്കിൽ ആ വണ്ടിക്ക് ഒന്ന് കൈവച്ച് കൊടുക്കുന്നത്, അയാളെ ഒന്ന് സഹായിക്കുന്നത്. ഒരാൾ ചുമടെടുക്കുമ്പോൾ ആ തലച്ചുമടിന് ഒന്ന് കൈവച്ച് അദ്ദേഹത്തെ സഹായിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിങ്ങളുടെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ പാത്രവുമായി വെള്ളത്തിന് കാത്തിരിക്കുന്ന ആളുകളിലേക്ക് ആദ്യം നിങ്ങൾ എന്റേതിനേക്കാൾ അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നത്. റസൂലുള്ളാഹി ഓരോന്ന് എണ്ണിപ്പെറുക്കി പറയുന്നത് എന്തിനാ നമ്മൾ ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ ഇതേപോലെയുള്ള പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളെ ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയാണെന്നോ, നമ്മുടെ മാനസികാരോഗ്യമാണ് അതൊക്കെ എന്നാണ് ഇപ്പം മനഃശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്നത്. നമുക്കാണെങ്കിലോ പരലോകത്തും കൂലി, ഇവിടെ നമുക്കൊരു സന്തോഷം. മനസ്സിന്റെ ആരോഗ്യം തന്നെയാണിത്. ശരീരത്തിന്റെ ആരോഗ്യം തന്നെ പോലെ മാനസികാരോഗ്യത്തിനും ഇത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എന്നാണ്. അപ്പൊ ഈമാനിന്റെ ബൈ പ്രൊഡക്റ്റുകളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സദ്ഗുണങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിച്ചതൊക്കെ. നേരെ മറിച്ചോ, ഈമാനില്ലെങ്കിൽ അവിടെ മനസ്സിൽ വരെ കുഫ്റാണ്, ഇസ്യാനാണ്, ഫുസൂഖാണ്. ഖുർആൻ അത് മണ്ണി പറയുന്നുണ്ട്. നിഫാഖാണ്, കാപ്പട്യമാണ്, അവിശ്വാസത്തിൽ ശിർക്കാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് ഒരിക്കലും സമാധാനം കിട്ടൂല. കാരണം അവർക്ക് ടെൻഷനായിരിക്കും. ഒന്നിലധികമല്ലേ, ആരെ പ്രീതിപ്പെടുത്തണം എന്ന ടെൻഷൻ ഉണ്ടാകും. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആർക്കാ നേർച്ച നേരേണ്ടത്, എവിടെയോ തവക്കുലാക്കേണ്ടത്, ആരോടാ ആരക്കേണ്ടത് എന്ന ഈ ആത്മസംഘർഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വാസികൾ. എങ്ങനെയുള്ള വിശ്വാസമാണെന്നോ, വലം യൽബിസൂ ഈമാനഹും ബിളുൽം, അവരുടെ ഈമാൻ ദുൽമുമായി കൂടി കലർന്നിട്ടില്ല. ദുൽമ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദുൽമ്, ഏറ്റവും വലിയ ദുൽമ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് കലരാത്ത വിശ്വാസം. അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അമ്നുള്ളത്. ഈമാനിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതാണ്, ഈമാനുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആശ്വാസം എന്താണെന്നോ, നിർഭയത്വം, അമ്ന്. ആരെയും പേടിക്കണ്ട, ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ. നോക്കൂ നിങ്ങൾ, നിങ്ങളുടെ മനസ്സ് എത്ര ശക്തമായിരിക്കും. മനസ്സിന് ശക്തിപ്പെടുത്താൻ വേറെ എങ്ങോട്ടും പോകണ്ട, അതിന് വേറെ ഗുളികയൊന്നും നമ്മൾ കുടിക്കേണ്ട. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ഈ കുഫ്ർ, അവിശ്വാസം, ഫുസൂക്ക്, അധർമ്മം, ഇസ്യാന്, അക്രമം, ഇതൊക്കെ നിങ്ങൾ വെടിയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ആരോഗ്യം പരിപൂർണമായി അതിന് സുരക്ഷ നൽകുമെന്ന് പറയുന്നു. അല്ലെങ്കിലോ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളതെങ്കിലോ, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അല്ലാഹു പറയാണ് ദുനിയാവിൽ തന്നെ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഹൃദയങ്ങൾക്ക് പിടിപെടുന്ന രോഗമാണ് ഈ പറഞ്ഞതൊക്കെ. അശ്ശിർക്ക് വൽ നിഫാഖ് വൽ കുഫ്ർ വൽ ഫുസൂഖ് വൽ ഇസ്യാൻ വൽ ഹസദ് വൽ കിബ്ർ, ഇതൊക്കെ ഹൃദയങ്ങൾക്ക് പിടിപെടുന്ന രോഗമാണ്. ഇതുണ്ടായാൽ എന്തുണ്ടാകും? അവരുടെ രോഗം കൂടുന്ന പഠിച്ചവൻ പറയുന്നത്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ, അപ്പൊ അവരുടെ മറ്റു രോഗങ്ങൾ അതുകൊണ്ട് വർദ്ധിക്കുന്ന, അള്ളാഹു അവരുടെ രോഗങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യനുണ്ടാകുന്ന അവന്റെ മെന്റൽ ഡിസോർഡറുകൾ, പ്രധാനമായും 9 ഡിസോർഡറുകൾ, 90 ഉണ്ട് എന്നൊക്കെ മനഃശാസ്ത്രം പറയുന്നുണ്ട്. എത്രയായാലും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം. അതിൽ എല്ലാ ഈ ഡിസോർഡറുകളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവന്റെ മനസ്സിന് ഈമാനിലൂടെയുള്ള ശാന്തി ലഭിക്കാത്തത് കൊണ്ടാണ്. ആൻസൈറ്റി ഡിസോർഡറുകൾ, അതേപോലെ തന്നെ സൈക്കോട്ടിക് ഡിസോർഡറുകൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ കുട്ടികൾക്കും പറയാം. അപ്പോ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ ശരീരത്തെ, ഈ ആരോഗ്യത്തെ
അള്ളാഹു നൽകിയ രണ്ടാമതായി എണ്ണി പറഞ്ഞ ഈ അനുഗ്രഹത്തെ, ഹിദായത്തിന് ശേഷം പറഞ്ഞ ഈ അനുഗ്രഹത്തെ, അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവൻ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, ആ അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ഹിദായത്ത് നൽകിയത്, സന്മാർഗം നൽകിയത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, ആ റബ്ബാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, എന്നെ ഭക്ഷിപ്പിക്കുന്നതും എന്നെ കുടിപ്പിക്കുന്നതും. പിന്നെ പറയുന്നത് നോക്കൂ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എൻ്റെ രോഗത്തിന് ശിഫ നൽകുന്നതും അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ രോഗിയാക്കിയാൽ എന്നല്ല, പഠിച്ചോനല്ല രോഗിയാക്കുന്നത്. പിന്നെയോ വഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ എൻ്റെ രോഗത്തിന് ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ഹിദായത്ത് നൽകിയത്, എനിക്ക് ഭക്ഷണം നൽകുന്നത്, എനിക്ക് കുടിക്കാൻ പാനീയം നൽകുന്നതൊക്കെ അവനാണ്. ഇത്രയും പറഞ്ഞിട്ട് രോഗത്തിന്റെ കാര്യത്തും പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇത് തന്നിലേക്കാണ് ചേർത്ത് പറയുന്നത്, അള്ളാഹുലേക്കല്ല. അപ്പൊ രോഗം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ട് രോഗം സംഭവിക്കുന്നു. ഞാൻ രോഗിയായി തീർന്നാൽ എൻ്റെ റബ്ബ്, നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ എന്നെ അതിൽ നിന്ന് ശിഫ നൽകുമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് എന്ത് മുസീബത്ത് ഈ ദുനിയാവിൽ ബാധിക്കുന്നുണ്ട് എങ്കിലും അത് നിങ്ങളുടെ തന്നെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ്. നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ മുൻകരുതൽ ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ടൊക്കെയാണത് മുസീബത്തുകൾ സംഭവിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വയഅഫു അൻ കസീർ, എന്നാൽ അധിക കാര്യം നിങ്ങളുടെ എല്ലാ ചെയ്തികൾക്കും അള്ളാഹ് നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭൂമുഖത്തൊരു ജീവി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അധികം പഠിച്ചോൻ ക്ഷമിക്കുകയാണ്. വയഅഫു അൻ കസീർ, മനുഷ്യന്മാരെ അധിക കാര്യങ്ങളിലും പഠിച്ചോൻ ക്ഷമിക്കുന്നു. വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ ലഹരിഹാ മിൻ ദാബ്ബ, മനുഷ്യന്റെ ഈ ചെയ്തികൾ നിമിത്തം അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ഈ ഭൂമുഖത്ത് പിന്നെ ഒരു ജീവിയും തന്നെ അവശേഷിക്കുമായിരുന്നില്ല. അപ്പൊ നമുക്കുണ്ടാകുന്ന മുസീബത്ത്, അത് രോഗമാണ് ഇപ്പോൾ വലിയ മുസീബത്തായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അത് നമ്മുടെ തന്നെ കരങ്ങളാലാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ മാരകമായ രോഗങ്ങൾ നോക്കൂ നിങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. എന്നാൽ അധികം ആളുകളും അശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു സംഗതിയാണത് പുകവലി എന്നുള്ളത്, സ്മോക്കിംഗ്, തദ്ഖീൻ. അതറിയാത്തത് കൊണ്ടാണോ? സിഗരറ്റിന്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിന് തന്നെ ചിത്രമുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന രോഗത്തിന്റെ ദുരവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജീരിയസ് ടു ഹെൽത്ത്, അതറിയാത്ത ആരല്ലത്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് അഡിക്റ്റ് ആയിക്കൊണ്ട് ഈ സ്മോക്കേഴ്സ് അത് വാങ്ങി വലിക്കുക തന്നെയാണ്. അതുകൊണ്ടോ അവരുടെ ശരീരത്തെ അവർ കൊഞ്ചിഞ്ചായി കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. പുകവലി ഹറാമാണെങ്കിലും ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കുക. ഖുർആനിൽ തെളിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവസാനം ഈ രോഗത്തിന് അടിമയാകുമ്പോഴാണ് ഇതൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് ഈ മനുഷ്യൻ വിലപിക്കുന്നത്. സഹോദരങ്ങളെ, വലാ തുൽഖു അൻഫുസകും വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പഠിച്ചോൻ പറയാണ് സൂറത്തുൻ നിസായിലെ 29-ാമത്തെ സൂക്തത്തിൽ. ഒരു പുകവലിക്കാരൻ അവനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് നൽകിയ നിയമത്താകുന്ന ഈ ആരോഗ്യത്തെ അവൻ ഇല്ലാതാക്കി ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. വലാ തുൽഖൂ ബിഐദികും ഇല തഹ്ലുക, സ്വകരങ്ങളാൽ നിങ്ങളെ തന്നെ നിങ്ങൾ നാശത്തിൽ വീഴ്ത്തരുത് എന്ന് പഠിച്ചോൻ പറയുന്നുണ്ട് സൂറ അറാഫിൽ. സൂറ അൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിൽ. സൂറ അറാഫ് 157 പറയുന്നു, ഈ പ്രവാചകനെ നിങ്ങളിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത് ത്വയ്യിബാത്തുകളെയൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. നല്ല ഒന്നും പഠിച്ചോ നിങ്ങൾക്ക് നിഷിദ്ധാക്കിയിട്ടില്ല. നിഷിദ്ധാക്കിയത് എന്താണ്? വയുഹരിമു അലൈഹിമുൽ ഖബായിസ്,
മ്ലേച്ഛമായതൊക്കെ അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്. യുഹല്ലിമു, നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് അൽ ഖബായിസ്. ഖബീസും ത്വയ്യിബുമാണ് ഇവിടെ എല്ലാ വസ്തുക്കളും. പുകവലി ഖബീസാണോ ത്വയ്യിബാണോ? പുകവലി എന്നുള്ളത് ത്വയ്യിബ് നല്ലത്, ഖബീസ് മോശമായത് മ്ലേച്ഛമായത് ഏതാണ്? അല്ലാഹ് പറയുന്നത് ഹറാമാണ്. ഇങ്ങനെ ഇത്ര ഗൗരവത്തോടു കൂടി ഈ കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണോ? അല്ലററുൽ ബാലിഗ്, അവസാനം ഈ പുകവലിക്കാരനായ മനുഷ്യൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ ചരണങ്ങളും വേദനകളും ദുരന്തങ്ങളും അതൊരിക്കലും ഉപമിക്കാനാവാത്ത, ഒരിക്കലും തന്നെ അളക്കാനാവാത്തതായിരിക്കും. അവന്റെ സ്വത്ത് വെറുതെ പുകച്ച് കളിയാണ്. രണ്ടാമത്തെ അതാണ്. മൂന്നാമത്തേത് പുകവലിക്കാരുടെ അരികിലേക്ക് എല്ലാവരും അതൊന്നും അടുക്കൊന്നുമില്ല, ദുർഗന്ധമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇങ്ങനെ പുകവലിയൊന്നുമില്ലല്ലോ. ഉള്ളി തിന്നുകൊണ്ട് നിങ്ങൾ വരരുത്, ഉള്ളിയുടെ ഇല തിന്നുകൊണ്ട് വരരുത്. അതെന്താ? അതുകൊണ്ട് അസുഖകരമായ വാസനയായിരിക്കും വായിൽ നിന്ന് വരുന്നത്. ആളുകൾ കൂടുന്നിടത്ത് അങ്ങനെ നിങ്ങൾ വരരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാലാമത് അദന്നാസ്, ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ഡയറക്റ്റ് സ്മോക്കേഴ്സിന്റെ നേരെ വലിക്കുന്നവർ, അവര് ഈ പുക വലിച്ചൂതുമ്പോൾ മറ്റുള്ളവരെ കൂടി ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ നിയമത്തിനെ, ആരോഗ്യത്തെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഹനിച്ചു കളയുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത്. റസൂൽ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന, അല്ലെങ്കിൽ അവസാനം ഖേദിക്കേണ്ടി വരുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അശ്ശിഹ, മനുഷ്യൻ അല്ലാഹു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാകുന്ന ആരോഗ്യം. രണ്ടാമത്തേത് അൽ ഫറാഗ്, അവന്റെ ഒഴിവ് സമയങ്ങൾ. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നവരായി, നന്ദി കാണിക്കുന്നവരായി ജീവിക്കാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه أجمعين. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നൊരിക്കൽ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, ചോദിക്കാൻ എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന്. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്തു, സലില്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചുകൊള്ളൂ, ആഫിയത്തിനെ ചോദിച്ചുകൊള്ളൂ. ആഫിയത്തുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനാവുകയുള്ളൂ. ഫമക്കസ്ത അയ്യാമൻ, അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. പിതൃവൻ പറയണ സുമ്മ ജീത്തു, പിന്നെയും ഞാൻ റസൂലിൻ്റെ അരികിൽ ചെന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു റസൂലിനോട്, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, ഇനി അള്ളാഹിനോട് ചോദിക്കാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണം. ഫഖാല ലീ റസൂലുള്ളാഹ്, തിരുദൂതൻ എന്നോട് പറഞ്ഞ എന്താണെന്നോ, യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് യാ അമ്മ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവരെ, സലില്ലാഹൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചുകൊള്ളുക, ആരോഗ്യം ചോദിച്ചുകൊള്ളുക എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമ്മിൽ എപ്പോൾ നിലനിൽക്കുന്നു അപ്പോഴാണ് നല്ല രീതിയിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുക. അതൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഈ ശുക്റിലും കുറവ് വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ആരോഗ്യം അത് ഏത് നിമിഷവും മാറി മറിയും.
അതുകൊണ്ടാണ് റസൂൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. വതഹവ്വുലി ആഫിയതിക്, നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം അത് മാറി മറിയുന്നതിൽ നിന്ന്, ഏത് നിമിഷവും കുഴഞ്ഞ് തളർന്ന് വീണ് മരിച്ചു ഒക്കെ നമ്മൾ പറയുന്നില്ലേ, ഏത് നിമിഷവും നമ്മുടെ ഈ ആരോഗ്യം ഇല്ലാതായി തീരാം. വഫുജ്അത്തി നിഖ്മതിക്, നിന്റെ ആകസ്മികമായി വരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാക്കേണമേ. വജമീ സഖ്തിക്, നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ കാക്കേണമേ എന്ന് ദുആ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി കഴിവിൻ്റെ പരമാവധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ, ഹിദായത്താകുന്ന അനുഗ്രഹം, അതേപോലെ തന്നെ നമ്മുടെ ആഫിയത്തായ അനുഗ്രഹം, അതിന് പോറലേൽക്കാതെ അതിനെ ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകിയവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നീ വിരിച്ചു കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹവും സൗഖ്യവും നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ പ്രയാസങ്ങളും ചരണങ്ങളും അനുഭവിക്കുന്നവർ, പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും റഹ്മാനെ അവരുടെ രോഗത്തിന് ശിഫയും ശമനവും അവർക്ക് സൗഖ്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.